ഡോക്ടർ ജയരാജ്, ഈ സംഭവത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? 5 വർഷമായി തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി, പട്ടികജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, മാത്രമല്ല കായിക താരം കൂടിയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് കേട്ടത്. നേരത്തെ നമ്പ്യാർ സാർ പറഞ്ഞതുപോലെ സൂര്യനെല്ലി കേസിന് ശേഷം ഇത്ര ഭീകരമായൊരു വാർത്ത നമ്മളിതുവരെ കേട്ടിട്ടില്ല. കാര്യം ഈ പെൺകുട്ടിക്ക് ഒന്നാമത് 13 വയസ്സേ ഉള്ളൂ. 13 വയസ്സെന്ന് പറയുമ്പോൾ അതിൻ്റെ ശാരീരികമായ വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മാനസികമായിട്ടുള്ള വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് ഈ കുട്ടി അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ ആണ് ആദ്യമായി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും പിന്നീട് അതിനുശേഷം അത് വീഡിയോ ടേപ്പ് ചെയ്യുകയും മറ്റു പലരെയും ഇതിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഇത് പടർന്ന് ഒരു ക്യാൻസറസ് ആയിട്ട് ഒരു 60ഓളം വരുന്ന ഈ എന്താണ് പറയുന്നത്, ഈ 6 സെൽസ് അറ്റാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത്. കേരള മനസ്സാക്ഷിയെ തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതിപ്പം ഈ ഒരു കേസ് വെളിയിൽ വന്നപ്പോൾ ഇതുമാതിരി എന്തെല്ലാം കേസുകൾ നടക്കുന്നു എന്നുള്ളൊരു കാര്യം കുറേയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹഷപ്പ് ചെയ്യപ്പെട്ട് വയ്ക്കുന്നില്ലേ? എന്തെല്ലാമാണ് നടക്കുന്നത്, എന്തെല്ലാമാണ് നമ്മൾ അറിയുന്നത്? ഇതിപ്പോൾ ഈ പെൺകുട്ടി തുറന്നു പറയാത്ത കേസുകൾ എത്രയാണ്? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ന്യായമായി നമുക്ക് തോന്നിക്കാം. കാര്യം ഇത്ര മാത്രം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരിക്കൽ ഞാൻ കുറച്ച് സമയം കിട്ടുവാണെങ്കിൽ ഒരു സംഭവം പറയാം. ഒരിക്കലൊരു സ്കൂളിലെ ടീച്ചർ എൻ്റെ വീടിനടുത്ത് താമസിക്കുന്നതാണ്. ഒരു പെൻ ഡ്രൈവ് എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അശ്ലീലം വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് തരണേ സാറേ, എനിക്കറിയില്ല നോക്കാനെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിനകത്ത് നോക്കിയപ്പോൾ കുറേ പുതിയ തമിഴ് സിനിമകളാണ്, ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ നല്ല സിനിമകൾ. ആ സിനിമ ഞാൻ സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പിനകത്ത് കോപ്പി ചെയ്തിട്ടിട്ട് ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇതങ്ങ് മറന്നു. പിന്നീട് സമയം കിട്ടുമ്പോൾ കാണാമെന്ന് കരുതി. ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നുണ്ട്. എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇത്തരം വൃത്തികേടുകളൊക്കെയാണ് അതിനകത്ത് കോപ്പി ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വൃത്തികേടൊന്നും ഞാൻ കോപ്പി ചെയ്തിട്ടില്ല, ഇത് സിനിമകൾ കോപ്പി ചെയ്തതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് സിനിമ, അതിനുശേഷം പിന്നീട് കംപ്ലീറ്റ് പോണോഗ്രാഫിക് പിക്ചേഴ്സ്, അതിനുശേഷം വീണ്ടും സിനിമ. ഈ സ്ഥലം വരുമ്പോഴത്തേക്ക് അവിടെ സൈലൻ്റായി മാറും. അപ്പോൾ ഞാൻ ഈ ടീച്ചറിനെ പിറ്റേന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഇതിനകത്ത് കുഴപ്പമുള്ളൊരു പെൻഡ്രൈവാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് അങ്ങ് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ടീച്ചറെ സംഭവം? ഉടനെ പറഞ്ഞ്, 4 ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ആണ് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതാണ്. അവന് സീറ്റ് കിട്ടാത്തപ്പോൾ ഞാൻ എന്നെ ചേർത്ത് പിടിച്ച് നിർത്താറുണ്ട്. അവൻ്റെ കയ്യിൽ നിന്നാണ് ഈ സാധനം കിട്ടിയത്, പെൻഡ്രൈവ് കിട്ടിയതെന്ന് ആ ടീച്ചർ വളരെ വിഷമത്തോടു കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ ലൂസിങ് ഓഫ് ഇന്നസെൻസ് ഒന്ന്, കാരണം ഈ കേസിനകത്ത് പങ്കാളികളായിട്ടുള്ളത് മുഴുവൻ അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. 16 വയസ്സ് 15 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്. ഈ പെൺകുട്ടിയെ ഇങ്ങനെ വീഡിയോ ടേപ്പ്, എത്ര ക്രിമിനാലിറ്റിയാണ് ഇത്തരം പോണോഗ്രാഫി മൂലം. പോണോഗ്രാഫി മാത്രമല്ല, സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇത് കാണുമ്പോഴത്തേക്ക്, ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇത് ലൈവായിട്ട് ചെയ്യാനായിട്ടുള്ള പിന്നീടൊരു ത്വരയാണ്, അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അത് കറക്റ്റായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല ഒന്നാമത് കുട്ടികൾക്ക്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ ചെന്നിട്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ടീച്ചറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അത് സ്റ്റാഫ് റൂമിൽ പാട്ടാവുകയാണ്. പിന്നീട് ആ കുട്ടിയെ വിരൽ ചൂണ്ടിയിട്ട് ഈ കുട്ടി അങ്ങനെയുള്ള കുട്ടിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് അതിനെ നിയമ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് ഇപ്പോൾ ശക്തമായ നിയമങ്ങളുണ്ട്. പ്രിൻസിപ്പളോ ടീച്ചർമാരോ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉന്നത സ്ഥാപനങ്ങളിൽ അറിയിക്കണം, പോലീസിനെ അറിയിക്കണം എന്നൊക്കെ നിയമം ഉണ്ടെങ്കിൽ പോലും പലത് സ്ഥാപനത്തിന് കേടുവരും, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ നല്ല പേരിന് പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇത് ഹഷപ്പ് ചെയ്യുകയാണ്. ഈ സ്പോർട്സ് കേന്ദ്രങ്ങളിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. സ്പോർട്സ് ട്രെയിനിങ് എന്നൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇൻറ്റിമേറ്റ് ആയിട്ട്, അവിടെ സ്പർശമൊന്നും വേണ്ട എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം കോച്ചസും കുട്ടികളുമാണ്. അങ്ങനെയുള്ള ആളുകളും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. അധ്യാപകർ ഇത് ദുരുപയോഗം ചെയ്യുന്നു. ഞാനൊരു അധ്യാപകനാണ്, എനിക്കറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന കേസുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുമ്പോഴല്ല, ഞാൻ പുറത്ത് ജോലി ചെയ്യുമ്പോൾ ഇതുപോലെ കോച്ചസിനെതിരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത്, ഇത് സമൂഹത്തിൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട സമൂഹങ്ങളിൽ നിന്ന് വരുന്ന, ദളിത് സമൂഹങ്ങളിൽ നിന്ന്, എസ്പെഷ്യലി ദളിത് സമൂഹത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ള. ഇപ്പോൾ വാളയാർ കേസ് തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രൈബൽ ഇതിനകത്ത് വരുന്ന കുട്ടികളെ. അപ്പോൾ ഇവർക്കൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളൊരു ധാരണയാണോ ഇത്തരം കാര്യങ്ങളിലേക്കിട്ടൊക്കെ
ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഇവനൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷ, ഈ 61 എണ്ണത്തിനും ഒരു കോടതിയും വിടാത്ത രീതിയിലുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, കൃത്യമായ ശിക്ഷ, അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മെസ്സേജാണ്, സൊസൈറ്റിയിലൊരു മെസ്സേജാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദേ ഷുഡ് ബി പ്രോസിക്യൂട്ടഡ്, അല്ലെങ്കിൽ അതിന് നിയമവശമായിട്ട്. ഇന്നിപ്പോൾ പോകുന്നുണ്ട്, പ്രതികളെല്ലാം മുഖം പൊത്തിയാണ്. എന്തിനാണ് മുഖം പൊത്തുന്നത്? അവന്മാർ ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മുഴുവൻ ആളുകളെയും, ഇപ്പോൾ ഏതാണ്ട് 19 പേരെയോ 18 പേരെയോ മറ്റോ പിടിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകളെ അതിനകത്ത് മുഖം നോക്കാത്ത രീതിയിൽ പോലീസ് കൃത്യമായിട്ടുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കും എന്നുള്ളൊരു ധാരണയാണ് എനിക്കുള്ളത്. ഇത് വളരെ വളരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെൺകുഞ്ഞിൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ നോക്കണമെന്ന കാര്യമൊന്നുമില്ല. കൃത്യമായ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക, അവരെ അതിനു വേണ്ടി നിന്ന് ശിക്ഷ നടപ്പാക്കുക. പിന്നെ നമ്മളുടെ കുട്ടികൾ ഹെലികോപ്റ്റർ പാരന്റിങ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അവരിടപെടുന്ന ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കൾ, ആരൊക്കെയാണ് അവരുമായിട്ട് ഇടപെടുന്നത് എന്നുള്ളൊരു ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബീങ് എ സൈക്കോളജിസ്റ്റ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നത് നെറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ടിൻഡർ വഴി കണ്ടുമുട്ടുന്നു, ഫേസ്ബുക്ക് വഴി കണ്ടുമുട്ടുന്നു, അല്ലെ റീൽസ് വഴി പരിചയപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ പലപ്പോഴും ഈ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നൊരു ആവശ്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ അവർ ടൈം ഫിക്സ് ചെയ്യുന്നു, കാണുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. ഇത് ഭീഷണിപ്പെടുത്തിയാണ്. ഒരു കുട്ടി അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ്. അതായത് പലപ്പോഴും ഈ പീഡകന്മാരെന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിലുള്ളവർ, നമ്മളുടെ ബന്ധുക്കൾ അന്വേഷിച്ച് വരുമ്പോൾ ഒന്നുകിൽ അമ്മാവനായിരിക്കാം, അല്ലെങ്കിൽ അപ്പൂപ്പനായിരിക്കാം. നമ്മൾ സ്മാർത്ഥ വിചാരം തൊട്ടേ ഇത് കേൾക്കുന്നതാണ്. താത്രിക്കുട്ടിയുടെ കേസ് തൊട്ടേ, ആദ്യത്തെ രേഖപ്പെടുത്തിയ കേസ് തൊട്ടേ നമ്മളിത് കേൾക്കുന്നതാണ്. അതിനകത്ത് ഏറ്റവും അവസാനം താത്രിക്കുട്ടി മോതിരം ഊതി കാണിച്ചു എന്നാണ് പറയുന്നത്. ആ മോതിരം അവിടെ വെച്ച് നിർത്തിക്കോളാൻ പറഞ്ഞു എന്നാണ്. അതിനകത്ത് വ്യംഗ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് താത്രിക്കുട്ടി മോതിരം ഊതി കാണിച്ചത്, ആരുടെയാണ് ആ മോതിരം, അത് നാടുവാഴിയുടെയാണോ രാജാവിൻ്റെ ആണോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിനകത്ത് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്, താത്രിക്കുട്ടിയെ പീഡിപ്പിച്ചത്, അണ്ടർ ഏജ്ഡായിട്ടുള്ള കുട്ടിയെ പീഡിപ്പിച്ചത് അമ്മാവന്മാർ, അപ്പൂപ്പന്മാരും മറ്റുള്ള ആളുകളും ഒക്കെയാണ്. അപ്പം ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ അനവരതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായൊരു നീക്കം ഉണ്ടായേ പറ്റൂ. അതിനെതിരെ നിയമ നടപടികൾ കൃത്യമായിട്ട് എടുക്കണം. ആ നിയമത്തിൻ്റെ നടപടികൾ കൃത്യമായിട്ട് എടുത്തെങ്കിൽ മാത്രമേ രാജ്യത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കൂ എന്നാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.